നമസ്കാരം, ആൽഗോ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. പൈത്തൺ പ്രോഗ്രാം ഉപയോഗിച്ച് ബാക്ക് ടെസ്റ്റും ആൽഗോ ട്രേഡും ചെയ്യുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിന്റെ ബേസിക് ക്ലാസിന്റെ 5ാമത്തെ വീഡിയോ ആണിത്. ഇതുവരെയുള്ള വീഡിയോകൾ ഒരു പ്ലേലിസ്റ്റാക്കി മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യ വീഡിയോകൾ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഫോർ ലൂപ്പ് ആണ്. പൈത്തണിൽ ഫോർ ലൂപ്പ് മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഫോർ ലൂപ്പുമായി വ്യത്യാസമുണ്ട്. നമുക്കിവിടെ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഷെയർസ് എന്ന പേരിലുള്ള ഒരു ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലിസ്റ്റിൽ ആകെ 5 സ്ക്രിപ്റ്റുകളുടെ പേര് ഉണ്ട്. ഈ ലിസ്റ്റിലെ ഓരോ ഐറ്റംസും ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഫോർ എക്സ് ഇൻ ഷെയർസ് എന്ന് കൊടുത്തതിന് ശേഷം താഴെ പ്രിന്റ് എക്സ് എന്ന് കൊടുക്കുന്നു. ഇനി പ്രോഗ്രാം റൺ ചെയ്യാം. ഇപ്പോൾ ലിസ്റ്റിലെ എല്ലാ ഐറ്റംസും കൺസോളിൽ പ്രിന്റ് വന്നതായി കാണാം. ഇവിടെ നമ്മൾ എക്സ് എന്ന വാരിയബിൾ ആണ് പ്രിന്റ് ചെയ്യുന്നത്. ഇവിടെ ലിസ്റ്റിൽ 5 ഐറ്റംസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫോർ ലൂപ്പ് 5 പ്രാവശ്യം വർക്ക് ചെയ്യും. അതായത് 5 പ്രാവശ്യം പ്രിന്റ് എക്സ് എന്ന കോഡ് എക്സിക്യൂട്ട് ആവും. ഓരോ പ്രാവശ്യവും എക്സിന്റെ വാല്യൂ മാറി വരും. ആദ്യം എക്സിന്റെ വാല്യൂ ലിസ്റ്റിലെ ആദ്യ ഐറ്റവും രണ്ടാമത് ലിസ്റ്റിലെ രണ്ടാമത്തെ ഐറ്റവും ആയിരിക്കും. ഇങ്ങനെ ലിസ്റ്റിലെ എല്ലാ ഐറ്റംസും നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നോക്കാനുള്ളത് റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം. ഫോർ എക്സ് ഇൻ റേഞ്ച് 5 എന്ന് കൊടുത്തതിന് ശേഷം താഴെ പ്രിന്റ് എക്സ് എന്ന് കൊടുക്കുന്നു. ഇനി പ്രോഗ്രാം റൺ ചെയ്യാം. ഇവിടെ ഈ ലൂപ്പ് 5 പ്രാവശ്യം വർക്ക് ചെയ്യും. അതായത് 5 പ്രാവശ്യം പ്രിന്റ് എക്സ് എന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ എക്സിന്റെ വാല്യൂ 0 മുതൽ 4 വരെ ആയിരിക്കും വരുന്നത്. അതായത് എക്സിന്റെ വാല്യൂ ആദ്യം 0, പിന്നെ 1, 2 അങ്ങനെ പോകും. അതുകൊണ്ട് 0 മുതൽ 4 വരെയുള്ള നമ്പേഴ്സ് കൺസോളിൽ പ്രിന്റ് ആകും. ഇനി ഞാൻ 5 എന്നുള്ളത് 10 ആക്കി റൺ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് വന്നത് കാണാൻ പറ്റും. ഇവിടെ നമ്മൾക്ക് ഇഷ്ടമുള്ള നമ്പർ വെച്ച് ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10ന് മുൻപായി കോമയിട്ട് 1 എന്ന് കൊടുക്കണം. ഇനി റൺ ചെയ്താൽ 1 മുതലുള്ള സംഖ്യകൾ പ്രിന്റ് വന്നത് കാണാൻ പറ്റും. ഫോർ ലൂപ്പിനെ കുറിച്ച് ഇത്രയും നോക്കിയാൽ മതി. അടുത്ത വീഡിയോയിൽ ഫംഗ്ഷൻസിനെ കുറിച്ച് പഠിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നന്ദി.